ഹലോ, നിങ്ങൾ ബൺദോശ കഴിച്ചിട്ടുണ്ടോ? എന്നാൽ ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ. എൻ്റെ ബൺദോശ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞ് ഞാൻ ചിറ്റിപ്പോകുമെന്ന് വിചാരിച്ചതാണ്. എന്നാൽ അടിപൊളി സാധനമാണ്. ഈ ഒറോട്ടീൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇല്ലേ, അതുപോലത്തെ ഒരു ഐറ്റമാണ് മോനെ. റവ കൊണ്ടെങ്ങനെ ഒറോട്ടീൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക? അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈസി റെസിപ്പിയാണ്. രാവിലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ട്രൈ ചെയ്തിട്ട് എന്തായാലും വിജയിച്ചു. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് നോക്കാം. അപ്പോൾ റവയാണ് ഇതിൻ്റെ താരം. അതായത് റവ ഉപ്മാവ് എല്ലാവർക്കും ഒരു ഇഷ്ടക്കേടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ഈ ഹോസ്റ്റലിലൊക്കെ ഉപ്മാവ് കൊണ്ടുള്ള കളിയുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും അതിനോട് ഇരിത്തിരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. റവ കൊണ്ട് നമുക്ക് വേറൊരു ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് റവ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 സ്പൂൺ തൈരാണ്, പുളിയില്ലാത്ത തൈരാണ്. അതൊന്ന് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് വെക്കാം. അതിനിടയിൽ നമുക്ക് മറ്റ് പരിപാടികൾ ചെയ്യണം. അതായത് കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ജീരകം അതിലേക്കിട്ട് നമ്മളുടെ ഒരു കഷ്ണം സവാള, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഇതെല്ലാം ചെറിയതായിട്ട് നൈസായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അധികം വഴറ്റൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. പക്ഷെ ഞാനിവിടെ നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. എനിക്കിങ്ങനെ മൊരിച്ചെടുത്ത് അതിലേക്ക് മിക്സ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുറച്ച് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി നിങ്ങൾ. അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് വഴറ്റിട്ട് എന്നിട്ട് നമുക്ക് ആ റവ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇതാ മാവ് പരുവത്തിൽ ആ അരച്ചെടുത്ത മാവിലേക്ക് ഈ സാധനം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ ബൺദോശ ചുടാൻ പോകുന്നത്. ഈ ഒരു പരുവത്തിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക കേട്ടോ, കാരണം ബൺദോശയാണല്ലോ. അപ്പോൾ ഇതാ നമ്മൾ കടുക് വറക്കുന്ന ഒരു പാത്രം ഉണ്ടെങ്കിൽ അത് ബെസ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾ അപ്പച്ചട്ടി ഉണ്ടാവുമല്ലോ, നമ്മളുടെ വെള്ളയപ്പം ചുടുന്ന, അതിലും നമുക്ക് ബൺദോശ ഉണ്ടാക്കാം. അപ്പോൾ ഇതുണ്ടെങ്കിൽ അടിപൊളി ബൺദോശ കിട്ടും. അതായത് ഇങ്ങനെ ഒരു തവി ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ട് നമുക്ക് ചുടാന്ന് ബൺദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലുണ്ടാവുക, ബണ്ണ് പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ട്രൈ ചെയ്യുമ്പോൾ ചീറ്റിപ്പോകുന്നതാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ ബൺദോശ അടിപൊളിയായിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ വിജയിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇത് ബൺദോശയാണ്, കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുത്തത്. അതാണ് പെട്ടെന്ന് നമുക്ക് അത് ചുട്ടെടുക്കാം. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഓറൊക്കെ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ജീരകത്തിൻ്റെയും ഇഞ്ചിൻ്റെയും ഒക്കെ നന്നായി സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ ഒരു ഒറോട്ടി കഴിക്കുന്ന ഒരു ഫീലാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ബൈ.